നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞ മാതിരിയായി പോയി ഇപ്പൊ റിയാസ് സലീമിന്റെ അവസ്ഥ. നെഗറ്റീവായി നിൽക്കുന്ന ഒരാളെ ചൊറിഞ്ഞ് പോസിറ്റീവ് ആക്കി വിടാൻ റിയാസ് സലീമിന് അല്ലെങ്കിലും പ്രത്യേക ഒരു കഴിവാണല്ലോ. എന്തായാലും റിയാസ് സലീം കാരണം ഇപ്പൊ ബിഗ് ബോസിലെ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് വമ്പൻ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ തൊട്ട് ലക്ഷ്മിക്ക് വമ്പൻ വോട്ട് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, റിയാസ് സലീമിന്റെ ചൊറിച്ചിൽ തന്നെ. ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി എല്ലാവർക്കും അറിയാലോ. ബിഗ് ബോസിലെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറയ്ക്കെതിരെ ലക്ഷ്മി നടത്തിയൊരു പരാമർശം എന്താണ് അത്, അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് എടുത്തിടുകയും ലക്ഷ്മി ആലക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ പറയുന്ന ലക്ഷ്മി നിലം തൊടാതെ ഏറെ പറക്കായിരുന്നു. എന്തായാലും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ആദില നൂറ കപ്പിൾസിനെ എന്റെ വീട്ടിൽ പോലും കയറ്റത്തില്ല എന്ന് പറഞ്ഞ അതേ ലക്ഷ്മി തന്നെ 2018 മറ്റൊരു ലെസ്ബിയൻ കപ്പിൾസിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ദ കമന്റ് സെക്ഷൻ മെയ്ഡ് മൈ ഡേ, നോ നെഗറ്റീവ് കമന്റ്സ് അറ്റ് ഓൾ, ലെറ്റ് എവരിവൺ ബി ഹു ദേ ആർ. ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തോണ്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസിന്റെ സ്റ്റോറി പുള്ളിക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ എന്നൊക്കെയാണ് ലക്ഷ്മി ഈ പോസ്റ്റിൽ പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 2018 ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ അതേ ആള് തന്നെ ഇപ്പൊ വന്നെങ്ങാഞ്ഞിട്ട് ആദില നൂറയെ പോലുള്ളവരെ ഞാൻ വീട്ടിൽ പോലും കയറ്റത്തില്ല എന്ന് പറഞ്ഞത് ഇരട്ടത്താപ്പ് എന്നല്ലാതെ വേറെ എന്താ പറയാം. ക്ലിയർലി ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആദില നൂറയ്ക്കെതിരെ ലക്ഷ്മി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റുമായി വന്നത്. അല്ലാതെ ഇവരോട് വൈരാഗ്യമോ വിരോധമോ ഉണ്ടായിട്ടല്ല. അങ്ങനെ വൈരാഗ്യവും വിരോധവും ഉള്ള ഒരാൾ ഒരു 4 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റ് എടുത്തില്ലായിരുന്നല്ലോ. ഇതേ ഒരു രീതി തന്നെയായിരുന്നു ഒരു 2 ആഴ്ച മുന്നേ നമ്മുടെ അനുമോളും പറ്റിക്കൊണ്ടിരുന്നത്. ജിസേൽ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഡ്രസ്സിനെ വരെ കുറ്റം പറഞ്ഞ ആളായിരുന്നു അനുമോള് അല്ലെ. അതേ അനുമോള് തന്നെ എന്തോ ട്രൗസർ ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി ലക്ഷ്മിയിലേക്ക് വരികയാണെങ്കിൽ ലക്ഷ്മിക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ മലയാളികളായിട്ടുള്ളവരിൽ മെജോറിറ്റി ഓഫ് ആളുകളും ആദില നൂറെ പോലുള്ള ആളുകളെ എതിർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ നല്ല രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുമെന്ന് ലക്ഷ്മിക്ക് നല്ലോണം അറിയാം. അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ഈ പ്രവീൺ എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്തായ സമയത്ത് ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഖിൽ മാരാറും കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് ഗസും ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു പോയതിനു ശേഷമാണ് ലക്ഷ്മി ആദില നൂറയ്ക്കെതിരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുന്നത്. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും അഭിഷേക് ബിഗ് ബോസ് ഹൗസിലേക്ക് സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി വന്ന സമയത്ത് എങ്ങനെ ഗെയിം കളിക്കണം എന്നതിന്റെ ഒരു ക്ലൂ ലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലൂ കിട്ടിയതിനു ശേഷമാണ് ലക്ഷ്മി ആദില നൂറയ്ക്കെതിരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന സ്റ്റേറ്റ്മെന്റുമായി വരുന്നത്. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പ്രേം പറഞ്ഞ ഭാഗം ഒന്ന് കണ്ടുനോക്കാം. ലക്ഷ്മി ഇതുപോലെ ഒരു ഞങ്ങളൊരു അവർ കയറിയ സമയത്ത് അഭിഷേക് പിന്നെ എനിക്ക് തോന്നുന്നു സെറീന ആൻഡ് മാരാർ കയറിയ അന്ന് രാത്രി ഞങ്ങൾ ഗാർഡനിൽ ഇരുന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ചെറിയ ക്ലൂസ് കിട്ടിയിട്ടുണ്ട്, എനിക്കിതുപോലെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഗെയിം മാറ്റാൻ സമയമായി, ഞാൻ കോണ്ടന്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഇത് കിട്ടിയെന്ന് വെച്ചപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പറഞ്ഞു അത് അഭിഷേകാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ ലക്ഷ്മി പക്ഷേ ഡയറക്ട്ലി സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ പല കോൺവെർസേഷൻ അവിടെ നടക്കുന്നത് സോഫയിൽ ഇങ്ങനെ എഴുതുമായിരിക്കും, അല്ല ഞങ്ങൾക്ക് കുറച്ച് സൈൻ ലാംഗ്വേജ് ഉണ്ട്, ആ സൈൻ ലാംഗ്വേജിൽ അഭിഷേക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേട്ടല്ലോ. ഈ അവസാനം പറഞ്ഞതൊരു പോയിന്റ് ആണ്. ഒരു സൈൻ ലാംഗ്വേജിലൂടെ അഭിഷേക് ലക്ഷ്മിക്ക് എന്തോ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. മേ ബി അഭിഷേക് കൊടുത്ത ക്ലൂ എന്ന് പറയുന്നത് ആദില നൂറയ്ക്കെതിരെ കളിക്കണം എന്നുള്ളത് തന്നെ ആയിരിക്കണം. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ അഭിഷേക് അറിയാലോ കഴിഞ്ഞ തവണ ഈ പറയുന്ന ലെസ്ബിയൻ, ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ അതല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ മത്സരിക്കാൻ വന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അഭിഷേക് ഇങ്ങനെയുള്ള ഒരു ക്ലൂ തന്നെ ആയിരിക്കണം ലക്ഷ്മിക്ക് കൊടുത്തത്. ആ ക്ലൂ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ആദില നൂറയ്ക്കെതിരെ മോശമായ ചില പരാമർശങ്ങളുമായി ലക്ഷ്മി രംഗത്ത് വന്നത്. അതല്ലാതെ കുറച്ചു കാലം മുമ്പ് വരെ ഈ ലെസ്ബിയൻ കപ്പിൾസിനെ പിന്തുണച്ചുകൊണ്ട് FB പോസ്റ്റിൽ പോസ്റ്റ് ഇട്ട ലക്ഷ്മി സ്വമേധ ഇങ്ങനെ ലെസ്ബിയൻ കപ്പിൾസിനെതിരെ രംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിഷേക് കൊടുത്ത ക്ലൂവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലക്ഷ്മി ആദില നൂറയ്ക്കെതിരെ തിരിഞ്ഞത്. അവർക്കെതിരെ കളിച്ചു കഴിഞ്ഞാണെങ്കിൽ നല്ല ജനപിന്തുണ കിട്ടുമെന്ന് കണ്ട് തന്നെയാണ് ലക്ഷ്മി ആദില നൂറയ്ക്കെതിരെ തിരിഞ്ഞത്. എന്തായാലും അഭിഷേകിന്റെ ഐഡിയ കൊള്ളാം, അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് വിജയിച്ചത് ഇന്നലെ റിയാസ് ബിഗ് ബോസിൽ കയറിയതിനു ശേഷമാണെന്ന് മാത്രം. അതുവരെ അത് പരാജയപ്പെട്ട ഒരു തന്ത്രമായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി എയറിലായ സമയത്ത് റിയാസ് സലീം ലക്ഷ്മിയുടെ മകനെ വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. വുഡന്റ് ബി പോയറ്റിക് ജസ്റ്റിസ് ഇഫ് ഹെർ സൺ ഗ്രോസ് അപ്പ് ടു ബി ദ മോസ്റ്റ് ഫ്ലംബോയന്റ് ഗേ എവർ, ലൗഡ്, പ്രൗഡ്, അൺപോളജിക്കലി ക്യൂർ ആൻഡ് എൻഡ്സ് അപ്പ് ടീച്ചിങ് ഹെർ ദ എംപതി ഷീ നെവർ ഹാഡ്. ബട്ട് ഹോണസ്റ്റ്ലി നോ ഗേ കിഡ് ഷുഡന്റ് എവർ ഹാവ് ടു സഫർ എ മദർ ലൈക്ക് ഹെർ. പറഞ്ഞ മനസ്സിലായോ? അതായത് ലക്ഷ്മിയുടെ മകൻ വളർന്ന് വലുതായ ഒരു ഗേ ആവുകയും
ലക്ഷ്മി അവൻ കാരണം എമ്പതി പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഗേ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് റിയാസ് സലീം ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എനിക്ക് റിയാസ് സലീമിനോട് ചോദിക്കാനുള്ളത്, ലക്ഷ്മി എന്തെങ്കിലും മോശം കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മിയെ കുറിച്ച് പറയാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്തിനാണ് ലക്ഷ്മിയുടെ മകൻ ഇതിലേക്ക് വലിച്ചേക്കുന്നത്? അതൊക്കെ വളരെ മോശമാണ് റിയാസ്. അല്ലെങ്കിലും പണ്ട് തൊട്ട് റിയാസിനുള്ളതാണല്ലോ, ആരോടെങ്കിലും ഒരു പേഴ്സണൽ ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാണെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും വലിച്ചേക്കാൻ തുടങ്ങും. ഈ റിയാസ് സലീമിനെ തന്നെ ആജീവനാന്ത ശത്രുവാണ് റിയാസ് സലീമിനെ തന്നെ സീസണിൽ മത്സരിച്ച റോബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി. ഈ റോബിന്റെ ഭാര്യയായിട്ടുള്ള ആരതിപ്പൊടിയെ കുറിച്ച് ഒരു മോശം പരാമർശം ഒരു കൊല്ലം മുന്നേ റിയാസ് സലീം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ പേര് വെച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഒരു പരാമർശം, അത് കാരണം റിയാസ് സലീം ഏറി കയറിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പൊ ലക്ഷ്മിന്റെ മകനെ കുറിച്ചും ഇതേപോലെ ചില മോശമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇവനിക്ക് തന്നെയാണ് പണിയെന്ന് തോന്നുന്നു. ഇതൊക്കെ വളരെ മോശം ക്യാരക്ടർ ആണെന്ന് പറയാതെ വയ്യ. ബിഗ് ബോസ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വൈൽഡ് കാർഡാണ് റിയാസ് സലീം എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി റിയാസ് സലീമിനെ പോലെ ഒരു വൈൽഡ് കാർഡ് വരുമോ എന്നുള്ളതും സംശയമാണ്. പക്ഷെ എന്തൊക്കെയായാലും റിയാസ് സലീമിന്റെ പെരുമാറ്റം മഹാബോറാണെന്ന് പറയാതെ വയ്യ. എന്തായാലും ഇന്നലെ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിലേക്ക് റിയാസ് സലീം ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം തൊട്ടുള്ള റിയാസ് സലീമിന്റെ പെരുമാറ്റം നിങ്ങളൊന്ന് കണ്ടു. Somebody is already trying to ruin my moment in the hotel. So disrespectful already. I don't care what you wear. It's up to you. You don't care what I wear. I'm your no, guest. I don't. Speak to me respectfully. I think I'm speaking respectfully. I'm keeping my respect. കണ്ടല്ലോ, കേറി വന്ന മാടൻ ഇയാൾ പറയുന്ന ഡയലോഗാണ്. ആരൊക്കെ ഈ ഹോട്ടൽ എന്റെ നല്ല മൊമെന്റ്സ് റൂയിൻ ചെയ്യുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങ് പോയി കംപ്ലൈന്റ് ചെയ്യാണ്. പറയുമ്പോൾ ലക്ഷ്മി റിയാസിനോടായിട്ട് അങ്ങോട്ടൊന്നും പറയാൻ പോയിട്ടില്ല. എന്നിട്ടും ഇവന് ചുമ്മാ അങ്ങ് കയറി ഡയലോഗ് അടിക്കുകയാണ്. കഴിഞ്ഞില്ല, ബാക്കിയൂടെ കണ്ടോക്കാം. I don't want to start anything first of all, especially with you, because I don't talk to people like you in real life. Yeah, even neither do I. Clearly, and that is a problem, and you will experience this. എന്താ ഇതിനൊക്കെ പറയല്ലേ? ഇതൊക്കെ എന്തിനാ ചുമ്മാ ഇവിടെ എടുത്തിടേണ്ട ആവശ്യം റിയാസ്? നിന്നെ പോലുള്ള ആൾക്കാരോട് റിയൽ ലൈഫിൽ എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നൊക്കെയാണ് റിയാസ് സലീം ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറയുന്നത്. എന്താ പറയാ, ഒരു തരം പബ്ലിക് ഹ്യൂമിലേഷൻ പോലെയാണ് റിയാസ് സലീം സംസാരിക്കുന്നത് അല്ലേ? പിന്നെ റിയാസ് സലീമിന്റെ സ്വഭാവം എന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതൊരു ബാക്കിയാണ് നോക്കാം. You were just sitting there, just judging everybody. ഇരുന്ന് എല്ലാരെയും judge ഇങ്ങനെ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. You felt so? I didn't feel. I understood. Oh, really? Yeah, I did. That's kind of judgment. Oh, is it? ബെസ്റ്റ്. അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ഇങ്ങോട്ട് വാങ്ങിച്ചപ്പോൾ സമാധാനമല്ലോ റിയാസിന്. എന്തിനാവശ്യമുണ്ട് റിയാസ്? അവിടെ ഗസ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിന്നാ പോരെ. എന്തിനാണ് ഇങ്ങനെ ലക്ഷ്മിന് പിന്നാലെ നടന്ന് ചൊറിയാൻ നിൽക്കുന്നത്? ഇങ്ങനെ ചൊറിയുന്നത് കാരണം ലക്ഷ്മിക്ക് തന്നെയാണ് വോട്ട് കൂടാൻ പോകുന്നത്. അത് ഈ പൊട്ടൻ എത്ര ആയിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇവന്റെ വിചാരം ഇങ്ങനെ ലക്ഷ്മിന് പിന്നാലെ നടന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മാസമാകാൻ പറ്റും എന്നുള്ളതാണ്. ഇതെല്ലാം മാറ്റി നോക്കാം. Somebody who doesn't judge at all telling me what is judgment? Yes. Oh, like learn to speak respectfully first. Like അതിപ്പോ ഗസ്റ്റിനോടാണെങ്കിലും ആരോടാണെങ്കിലും റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാൻ പഠിക്കണം. ഓക്കെ, ഇങ്ങനെ അവൻ ചൊറിഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. പിന്നെയും ഒരുപാടുണ്ട് കേട്ടോ, അത് നിങ്ങൾ എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പൊ മൊത്തത്തിൽ ഇന്നലെ ബിഗ് ബോസിൽ കയറിയത് തൊട്ട് ഒരു ചൊറിയും പോയി സ്വഭാവം എന്ന് റിയാസിന്. എന്തായാലും റിയാസ് സലീം ഇതൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ഒരു പരാമർശം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള ലൂസേഴ്സിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കരുത് എന്നുള്ള രീതി. ആ പറയുന്ന ഭാഗം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് മറുപടി ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയായിട്ടുള്ള അഖിൽ മാരാറി രംഗത്ത് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. പുറത്തുള്ള കുറെ ലൂസേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു. സീസൺ 5 വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പുറത്തുള്ള കുറച്ച് കൃമികളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും ക്രിമികളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ? ഇവിടെ മാനവമര്യാദയ്ക്കും വിവാഹം കഴിച്ച് സന്തതി പരമ്പരകളെ സൃഷ്ടിച്ച് അതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് റിയാസും. എന്തായാലും റിയാസിനെ സംബന്ധിച്ചിട്ട് റിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്ന ഒരു ആശയമൊന്നുമല്ലല്ലോ. പക്ഷെ അതിനർത്ഥം റിയാസിന് ഇങ്ങനെ ജീവിക്കുന്നതിന് ഈ രാജ്യത്ത് ഒരു തടസ്സവുമില്ല. ഈ രാജ്യത്ത് മറ്റു രാജ്യത്ത് തടസ്സമുണ്ട്. ഇനി ആ രാജ്യത്ത് അമേരിക്കയിലുള്ളവരെയും മറ്റുള്ള രാജ്യക്കാരെയൊക്കെ കൂടുതൽ നിങ്ങൾ പഠിപ്പിച്ച് പ്രബുദ്ധരാക്കുകയും വേണം. ആദിലയും നൂറയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നടത്തിയ ഒരു പരാമർശത്തിൽ ഞാൻ എന്റെ വ്യക്തമായിട്ടുള്ള നിലപാട് ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ ആദിലയുടെയും നൂറയുടെയും ആ ഒരു ശൈലി കേരളത്തിലുടനീളം സ്വീകരിക്കപ്പെട്ട് എല്ലാവരും അത് ഫോളോ ചെയ്ത് വരണമല്ല. അവർക്ക് ജീവിക്കാം, അവർക്ക് ജീവിക്കാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. ഇപ്പോൾ ഒരാൾ യുക്തിവാദിയായിട്ട് നടക്കുന്ന ഒരാൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അയാൾ യുക്തിവാദിയായിട്ട് നടന്നോട്ടെ. ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് ഈശ്വരനിൽ വിശ്വസിക്കുന്ന മറ്റൊരാൾക്കെതിരെ പറയാൻ അയാൾക്ക് എന്താണ് റൈറ്റ്സ്? അപ്പോൾ റിയാസ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ ഈ വീഡിയോ കാണുക, അതിനകത്ത് നിന്നെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാതെ ഈ എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. മാത്രമല്ല നീ ലക്ഷ്മിയെ ജയിപ്പിച്ച് അടങ്ങും എന്നുള്ള വാശിയിലാണ്. ഇപ്പം അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക. സ്വയം പരാജയപ്പെട്ടവനായി മാറാതിരിക്കുക, മറ്റുള്ളവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുക, ആരോടും ഒന്നും ഡിമാൻഡ് ചെയ്യാതിരിക്കുക. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എല്ലാവിധ ചർച്ചകളുടെയും വേദിയാണ്. അവിടെ ആദിലയുടെയും നൂറയുടെയും അഭിപ്രായങ്ങൾക്ക് വില ഉണ്ടാവണം,
അത് പൊതുസമൂഹത്തിലേക്ക് എത്തണം. ലക്ഷ്മിയുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവണം. ലക്ഷ്മി പറയുന്നത് പൊതുസമൂഹത്തിലേക്ക് എത്തണം. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവിടെ അഖിൽ മാനേർ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ്. ഇവിടെ ലക്ഷ്മി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, തെറ്റ് തിരുത്താം. പക്ഷെ എന്ന് വിചാരിച്ച് ലക്ഷ്മി പറഞ്ഞത് തെറ്റാണെന്ന് വിചാരിച്ച് അവളുടെ പിന്നാലെ പോയി പേഴ്സണൽ ഹറാസ്മെന്റ് ചെയ്യുന്നതിനോടൊന്നും ഒട്ടും യോജിക്കാൻ കഴിയില്ല. റിയാസ് സലീം ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയാസ് സലീം കാലങ്ങളോളായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്റെ ആശയങ്ങളോടും തന്റെ നിലപാടുകളോടും യോജിച്ചു പോകാൻ പറ്റാത്ത ആളുകൾ പേഴ്സണലി കയറി ആക്രമിക്കുക. റിയാസ് സലീമിന്റെ ചിന്താഗതി എന്താണെന്ന് വെച്ചാണെങ്കിൽ എന്റെ നിലപാടനുസരിച്ച് ഈ ലോകം മുന്നോട്ട് പോകണം, എന്റെ നിലപാടിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ തീർന്ന് അവനെ വീട്ടിലുള്ളവരെ പോലും റിയാസ് സലീം വെറുതെ വിട്ടില്ല. ഇതൊക്കെ വളരെ മോശം മനോഭാവമാണെന്ന് പറയാതെ വയ്യ. എന്തായാലും റിയാസ് സലീമിന് ഈ ചൊറിച്ചിലെ സ്വഭാവം കാരണം ഗുണമുണ്ടായത് ലക്ഷ്മിക്ക് തന്നെയാണ്. ഇന്നലെ വരെ വോട്ടിംഗിൽ പിറകിൽ കിടന്നിരുന്ന ലക്ഷ്മി ഇപ്പൊ റിയാസ് സലീമിന്റെ ഈ ചൊറിച്ചിലെ സ്വഭാവം കാരണം വോട്ടിംഗിൽ മുകളിലേക്ക് കയറി വരാൻ തുടങ്ങി. എന്തായാലും ഈ ആഴ്ച ലക്ഷ്മി എവിക്റ്റ് ആകുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കായിരുന്നു. ഇപ്പൊ റിയാസ് സലീമി കാരണം അതിൽ നിന്ന് ലക്ഷ്മി രക്ഷപ്പെട്ടു. ഇവനെ കൊണ്ടുള്ള ഓരോരോ ഉപകാരങ്ങൾ. എന്തായാലും നല്ല സമയത്താണ് ബിഗ് ബോസ് റിയാസ് സലീമിനെ ഗസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പറഞ്ഞയച്ചത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.